ഇന്ന് നമുക്കൊരു നല്ല ടർക്കിഷ് മിൽക്ക് കേക്ക് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വയ്ക്കേണ്ടത് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് ഷുഗർ കാരമലൈസ് ചെയ്യാൻ വയ്ക്കണം. ഒന്ന് കാരമലൈസ് ചെയ്ത് തുടങ്ങണം. ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ വന്ന് തുടങ്ങി. ഈ ഒരു കൺസിസ്റ്റൻസിയൊക്കെ ആകുമ്പോഴത്തേനും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ മെൽറ്റ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ ഇടാം. നമുക്ക് ഈ ബട്ടർ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് നല്ല തിക്ക് ക്രീം വേണം. തിക്ക് ക്രീം ഒരു 1/4 കപ്പ് തിക്ക് ക്രീം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുകൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത കേക്കിന് ആവശ്യമുള്ള 4 മുട്ട, ഒരു 125 ഗ്രാം മൈദ വേണം, വാനില എസൻസ്, ഒരു 1/4 കപ്പ് ഷുഗർ, ഒരു പിഞ്ച് സോൾട്ട്, ഇത്രയും സാധനങ്ങൾ വേണം. മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്യുക. അതിനകത്തേക്ക് ഷുഗറും കൂടി ആഡ് ചെയ്ത് നല്ല ഫ്ലഫി ആവുന്നവരെ ബീറ്റ് ചെയ്യുക. നല്ല ഒരു ഫ്ലഫി ആവുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ മൈദ ആഡ് ചെയ്യാം. ഓപ്ഷണലാണ്. ഒരു 1/4 സ്പൂൺ വേണേൽ നമുക്ക് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു 1/4 കപ്പ് ഓഫ് ഓയിൽ ആഡ് ചെയ്യുക. പിന്നെ ഒരു 1 ടീസ്പൂൺ വാനില എസൻസ്. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. ബേക്കിംഗ് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമ്മളൊരു പാൻ എടുത്തിട്ട് അതിനെ ഒന്ന് ബട്ടർ ചെയ്യുക. അതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ച് നമ്മുടെ ഓവൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഓക്കെ, ഓരോരുത്തരുടെ ഓവനും ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നോർമലി നമ്മൾ കേക്കിനെ ബേക്ക് ചെയ്യുന്ന ആ ടെമ്പറേച്ചറിലൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം എടുത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീമോ വിപ്പിംഗ് പൗഡറോ എടുത്തിട്ട് ബീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ഈ കേക്കിൽ ഞാൻ സ്കിപ്പ് ചെയ്തു പോയ ഒരു സ്റ്റെപ്പുണ്ട്. മിൽക്കിൽ കുറച്ച് കണ്ടൻസ് മിൽക്ക് കഴിച്ച് ഇച്ചിരി ക്രീം ആക്കിയിട്ട് ഈ കേക്കിനൊന്ന് സോക്ക് ചെയ്യണമായിരുന്നു. ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോക്ക് ചെയ്തിട്ട് വേണം നമ്മുടെ ഈ വിപ്പിംഗ് ക്രീം അതിൻ്റെ മണ്ടയ്ക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട്. നല്ലപോലെ സ്പ്രെഡ് ചെയ്യുക. സ്പ്രെഡ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് ഒരു കുറച്ച് സമയം ഒന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കണം. കുറച്ച് സമയം ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മളതിൻ്റെ മുകളിലേക്ക് വീണ്ടും കാരമൽ സിറപ്പ് ഒഴിക്കുക. അതും കുറച്ച് സമയം നമ്മൾ ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വയ്ക്കണം. അതൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കാം. നമുക്ക് ലൈൻസ് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അതിനെ ഒന്ന് ഡിസൈൻ ചെയ്യാം. നമുക്ക് ഇങ്ങനെ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടർക്കിഷ് മിൽക്ക് കേക്കിലൊക്കെ കാണുന്ന ആ ഒരു ട്രഡീഷണൽ ടർക്കിഷ് കേക്കിൽ കാണുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഡിസൈൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റായതിനു ശേഷം നമുക്കിതിനൊന്ന് മുറിച്ചെടുക്കാം. ആ ഒരു മിൽക്കിൻ്റെ മിക്സ്ചർ ഒഴിക്കുമ്പോഴാണ് നമുക്കിതിനകത്ത് നല്ല ഒരു സോഗി കൺസിസ്റ്റൻസി കിട്ടിയത്. അപ്പോൾ ഞാനത് ചെയ്യാത്തതുകൊണ്ടായ ഒരു ഇച്ചിരി ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മിൽക്കിൻ്റെ മിക്സ് നിങ്ങൾ ഒഴിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ടർക്കിഷ് മിൽക്ക് കേക്ക് റെഡിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.